എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ചാരിറ്റി നിർത്തണമെന്നുള്ളതൊന്നും ഇപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രണ്ട്സേ, ധന്യാണേ. ഇപ്പോഴേ ടോണി ചായൻ ചാരിറ്റി നിർത്തി എന്നൊക്കെ പറയുന്നത് കേട്ടോട്ടാ. പാവങ്ങളുടെ നെഞ്ചത്തടിച്ചിട്ടും അല്ലെങ്കിൽ വയറ്റത്തടിച്ചിട്ടും വേണോ ടോണി ചായ നിങ്ങളുടെ ഈ ചാരിറ്റി നിർത്താനായിട്ട്? ഒരുപാട് ആളുകൾ നിങ്ങളെ വിമർശിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ സമൂഹത്തിൽ നിന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ലേ? ഞങ്ങളെക്കാട്ടിയൊക്കെ ബുദ്ധിയും വിവരമുള്ള ആളല്ലേ ടോണി ചായ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത്? മറ്റുള്ളവരുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കേണ്ട. അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ചായ നിങ്ങളിങ്ങനെ ചാരിറ്റി നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ₹1 ആരുടെയും നിന്ന് കടം വാങ്ങിച്ചിട്ടല്ലല്ലോ നിങ്ങൾ പിന്നെ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പിരിച്ചിട്ടൊന്നുമല്ലല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് കാണിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവർ QR കോഡ് ഉപയോഗിച്ചു അങ്ങനെ എങ്ങനെയുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമായിരുന്നു. അതൊന്നും ഇല്ലല്ലോ ചായ. അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് പോവാം. മറ്റുള്ളവരെ എന്ത് പറയണമെന്ന് ചിന്തിക്കാതെ ചായ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ. കാരണം നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ, കണ്ണില്ലാത്തവർ, കാലില്ലാത്തവർ, പിന്നെ ക്യാൻസർ രോഗികൾ, തെരുവിൽ കഴിയുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ ചായ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം എന്താ പറയുക പിടിവാശി എടുക്കരുത്. പിന്നെ സൈബർ ബുള്ളിങ് വരും, അതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മുടെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഈ ചായ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ലൈഫ് മിഷനിൽ നിങ്ങൾ ചെയ്തോ കൊടുത്തു, അല്ലെങ്കിൽ ഞാനാണ് ആ വീടിൻ്റെ ഫുൾ വർക്ക് ഏറ്റെടുത്ത് ചെയ്തത് എന്നുള്ളത് മാത്രം, ആ ഒരു വാക്ക് പിഴവാണ് ഇവിടെ ശരിക്കും നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞോളേ, അതൊന്നും വിഷയമല്ലല്ലോ. പിന്നെ എന്തിനാണ് ചാറ്റ് നിർത്തി എന്ന് പറയുന്നത്? ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും പറയണ എത്രയോ പാവപ്പെട്ട ആളുകൾ ഒരു വിളിക്കായി കാതോർക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് ആളുകൾ വിഷമിക്കുന്നു. മരണത്തിനെ പോലും വിട്ടുകൊടുക്കാതെ നിങ്ങൾ ഒരുപാട് ആളുകളെ രക്ഷിച്ചില്ലേ. പിന്നെ എന്താണ് അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ. നിങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകും ചായ.